ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൺസൈഡ് കോൺക്രീറ്റ്. അപ്പോൾ രണ്ടാമത്തെ നിലയിലെ മേളിലത്തെ സൺസൈഡ് കോൺക്രീറ്റ് ആണ് ഇന്നത്തെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പല ആൾക്കാർക്കും ചെറിയ സംശയമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ സൺസൈഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ നിങ്ങൾ മിക്സിങ് ലോഡ് ഇടുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ഇത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ ലോഡ് ഇടുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ കറക്റ്റ് 4ഉം 5ഉം ആ കണക്കിന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ മെയിൻ സ്ലാബിന് ഏത് രീതിയിലാണോ ചെയ്യുന്നത് അതേ മെത്തേഡിലാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സൺസൈഡിന് നമുക്ക് 5ഉം 6ഉം ഇടാം. 5 കൂട്ടം മണൽ, 6 കൂട്ടം മെറ്റിൽ, ഒരു പാക്കറ്റ് സിമെൻറ്റ്, ആ ഒരു കണക്ക് നമുക്ക് സൺസൈഡ് കോൺക്രീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ തട്ട് ചെയ്യുന്ന അതേ മെത്തേഡാണ്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഇടയ്ക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസും പപ്സും മീറ്റ് റോളൊക്കെ കൊണ്ടുവന്നു. അപ്പം ഞങ്ങളൊരു 6 പേരുണ്ട്. അപ്പോൾ 6 പേർക്ക് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പണി തുടങ്ങുന്ന മുമ്പേ വെള്ളം കുടിയും ആഹാരം തീറ്റിയാണോ? ഒരിക്കലും അല്ല. നമ്മൾ ലോഡ് കംപ്ലീറ്റും താഴ്ന്ന് ചുമന്ന് മേളിൽ കയറ്റി. അപ്പോൾ രാവിലെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. കയറ്റി ആൾ കുറവായിരുന്നു. അപ്പോൾ കയറ്റിയിട്ട് എല്ലാവരും തളർന്നു. അപ്പോൾ വീട്ടുകാർ കൊണ്ടുവന്നു നമുക്ക് ഇടയ്ക്ക്, അതായത് ഇതിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നമുക്ക് മീറ്ററോളം പപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഇത് കുടിച്ചിട്ട് നമ്മൾ അടുത്ത വർക്ക് ചെയ്യും. അപ്പോൾ ഇതിന് മെയിൻ ലോഡ് അത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ 4ഉം 5ഉം ഇടാം, 5ഉം 6ഉം ഇടാം. നമ്മൾ മെറ്റലിൻ്റെ സൈസ് അനുസരിച്ചാണ് കോൺക്രീറ്റിൻ്റെ ലോഡ് മാറുന്നത്. ചിലപ്പോൾ മെറ്റിൽ ചെറിയ മെറ്റലാണെങ്കിൽ നമ്മൾ 4ഉം 6ഉം ഇടും. അപ്പോൾ 4 കൂട്ടം മണൽ, 6 കൂട്ടം മെറ്റൽ. അത് തട്ടിനും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് മെറ്റൽ നല്ല സൈസുള്ള മെറ്റലായിരുന്നു. അതുകൊണ്ട് 5 കൂട്ടം മണലും 5 കൂട്ടം മെറ്റിലും 4 കൂട്ടം മണലും ഒരു പാക്കറ്റ് സിമെൻറ്റ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതിൽ കംപ്ലീറ്റ് വീടും അടുത്തടുത്തടുത്ത് ചേർന്നാണ് ഇരിക്കുന്നത്. അതായത് ഒരു വീടിൻ്റെ ചുമരാണ് അടുത്ത വീടിൻ്റെ ചുമര്. അങ്ങനെ കംപ്ലീറ്റ് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് ഈ ലോഡും സാധനങ്ങളും ഇവിടെ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോൺക്രീറ്റ് ഇടുന്ന കനം അത് ഞാൻ പല ഇതിലും നമ്മൾ റൂമിൻ്റെ അകത്ത് റാക്കൊക്കെ വരുന്നത് മാക്സിമം 2.5 ഇഞ്ച് കനം എടുത്തുള്ളൂ. അല്ലാതെ 4 ഇഞ്ച് കനം ഒരിക്കലും ചെയ്യത്തില്ല. കാരണം അത് നമ്മൾ പ്ലാസ്റ്ററിങ് എല്ലാം കഴിഞ്ഞ് ഫ്രെയിമൊക്കെ അടിച്ച് വരുമ്പോൾ മഹാ ബോറായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ 2 ബെഡ്റൂമിലും നമ്മൾ റാക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലും റാക്ക് കൊടുക്കുന്നുണ്ട്. ഔട്ട്സൈഡ് ഒരു സൈഡിലാണ് സൺസൈഡ് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ബട്ടർ സ്റ്റൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണക്കാക്കിയാണ് നമ്മളിവിടെ കോൺക്രീറ്റും ചെയ്യുന്നത്. പിന്നെ 6 ഇഞ്ചിൻ്റെ പെറ്റിയാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ലിൻഡിൽ നമ്മൾ മാക്സിമം 5 ഇഞ്ച് കനം ഇട്ടിട്ട് ഇതുപോലെ സൈഡിൽ ഒരു സ്ലാബ് വെച്ചിട്ട് ഒരു 2 ഇഞ്ച് പൊക്കിയിടും. പല ആൾക്കാരും അത് ചെയ്യാറില്ല. അത് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൺസൈഡിലൊക്കെ വീഴുന്ന വെള്ളം ഡയറക്റ്റായിട്ട് നമ്മൾ ഹോളോ ബ്രിക്കിൽ പിടിക്കില്ല, ഈ കോൺക്രീറ്റിൽ പിടിക്കാൻ വേണ്ടിയാണ്. കാരണം അല്ലെങ്കിൽ ഹോളോ ബ്രിക്കിൽ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഈർപ്പം അകത്തോട്ട് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. പിന്നെ സൺസൈഡ് ആയാലും തട്ടായാലും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് മിക്സിങ് ആയിരിക്കണം. അതായത് ചില ആൾക്കാർ ഞാൻ പല എൻ്റെ സൈറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് വിലക്കി അത് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ക്ലിയറായിട്ട് ചെയ്യും. കാരണം 2 വട്ടം മണലും സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കോൺക്രീറ്റ് മെറ്റലിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഈ മിക്സർ മെഷീൻ വിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോൺക്രീറ്റും ഒരേ മിക്സിങ്ങിന് വരാൻ വേണ്ടിയാണ് മിക്സർ മെഷീൻ വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10 കൂട്ട് 15 കൂട്ടിനൊക്കെ നമുക്ക് മിക്സർ മെഷീൻ്റെ ആവശ്യമില്ല. കൈ ആൾ വെച്ചതാണ് കൂട്ടുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നേരത്ത് കറക്റ്റ് പക്കയായിരിക്കണം, മിക്സിങ് കറക്റ്റ് ഇതായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷട്ടറിങ് പൊളിക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ എഡ്ജ് കംപ്ലീറ്റും പൊട്ടിപ്പോകും. അപ്പം ഇത് വരുന്ന ഒരു ബാത്റൂം. അപ്പോൾ ബാത്റൂമിൽ കോൺക്രീറ്റ് ഇടുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ 6 ഇഞ്ച് ഭിത്തിയിലും 4 ഇഞ്ച് ഭിത്തിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ഈ ലിൻഡിൽ കെട്ടിയിടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് ഇടും. അപ്പോൾ മാക്സിമം ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് ലിൻഡിൽ വരുന്നത് ഒഴിവാക്കാൻ നോക്കണം. കാരണം അത്യാവശ്യത്തിനുള്ള ലൈൻ ഇട്ടിട്ട് ബാക്കിയെല്ലാം മെയിനിൽ കൊടുക്കാൻ നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പിയുടെ ഇടയിൽ കൂടി ലിൻഡിൽ ഈ പൈപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ഇടാൻ നേരത്ത് കറക്റ്റ് എല്ലായിടും ഫില്ലാവത്തില്ല. കാരണം നമുക്ക് കുത്തി ഇറക്കുമ്പോൾ കംപ്ലീറ്റും ഫില്ലാവത്തില്ല. കാരണം ഇടയ്ക്ക് പൊള്ളയായിരിക്കും. നമ്മൾ ചിലപ്പം ഇത് ഷട്ടറിങ്ങിൻ്റെ പലക പൊളിക്കുമ്പോൾ സൈഡൊക്കെ ഗ്രൗട്ട് കൊണ്ട് അടഞ്ഞിരിക്കും, പക്ഷേ അതിൻ്റെ സെൻറ്ററൊക്കെ പൊള്ളയായിരിക്കും. അത് പലപ്പോഴും പല സൈറ്റിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരിക്കലും
ഈ മെയിൻ പൈപ്പുകളെല്ലാം മെയിൻ തട്ടിലാണ് ഇടുന്നത്. ബാക്കി ഈ ഒരു പൈപ്പൊക്കെ വരണമെങ്കിൽ നമ്മൾ ഈ ലിൻഡിലിനകത്തൂടി കൊടുക്കും. ബാക്കിയുള്ള പൈപ്പുകളെല്ലാം നമ്മൾ മെയിൻ തട്ടിലായിരിക്കും കൊടുക്കുന്നത്. ഇതിപ്പം ഏകദേശം നമുക്കിവിടെ കോൺക്രീറ്റ് കംപ്ലീറ്റ് കഴിയാറായി. കാരണം ഇനി ഈ ഒരു സൈഡൊക്കെ ഇട്ട് ഫിനിഷ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് നമ്മളൊന്ന് തട്ടി ഒതുക്കി ലെവൽ ചെയ്തിടും. പിന്നെ പല ആൾക്കാരും കരണ്ടി വെച്ച് നല്ല തേച്ച് ഫിനിഷ് ചെയ്തിടും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും സെൻസേർഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇത്തിരി ചെറിയൊരു ഗ്രിപ്പ് വേണം. പിന്നെ ഇതിൽ വെള്ളം എപ്പോഴും ഷെയ്ഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഒരുപാട് ലൂസാക്കാതെ ഒരു മീഡിയം കുഴമ്പ് പരുവത്തിൽ വേണം നമ്മൾ കോൺക്രീറ്റ് ഇറക്കാൻ. കാരണം ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗട്ട് കംപ്ലീറ്റും പോയി വെറും മെറ്റിലായിരിക്കും. അപ്പോൾ മെറ്റിൽ വരുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കുമ്പോൾ നിങ്ങൾ പല സൈറ്റിലും നോക്കിയാൽ അറിയാം, മെറ്റിൽ തെളിഞ്ഞു വയ്ക്കും. അതൊരു ചുറ്റിയിട്ടൊരു തട്ട് കെട്ടുമ്പോൾ തന്നെ മെറ്റിൽ അതിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് മാക്സിമം ഈ വീട് പണി എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് സെൻസേർഡ് കോൺക്രീറ്റ്, തട്ട് കോൺക്രീറ്റ്, മെയിൻ സ്ലാബ് കോൺക്രീറ്റ്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ്. ഈ കോൺക്രീറ്റ് എല്ലാം മാക്സിമം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എനിക്കറിയാവുന്ന മറുപടി ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പുറത്തെ സൈറ്റിൽ നിന്ന് കിടക്കണ എല്ലാ സാധനവും ലാങ്ങളെല്ലാം ഇനി കൊണ്ടുവരാം. വരും അവൻ വന്ന് രാവിലെ സൈഡും പൊളിച്ചിട്ട് അപ്പുറത്തെ സൈറ്റിൽ ഇട്ട് അതിനെ നോക്കി